ഗൈസ്, അപ്പം ഞാനൊരു അടിപൊളി കോസി കഫേയിലോട്ട് പോവുക. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു അടിപൊളി മെഡിറ്റേറിയൻ ആയിരിക്കാം ഫുഡ്. നല്ല രസമുള്ളൊരു കഫേയാണ്, നല്ല ആംബിയൻസും കാര്യങ്ങളും. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങളതിൽ എന്തായാലും ഇവിടെ വന്നാൽ ട്രൈ ചെയ്യണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയൊരു കഫേയിലോട്ട് പോവുക. ആ കഫേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ കുറേ കഫേകളുണ്ട്, എല്ലാം നല്ല ആംബിയൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ മനസ്സിലാവും ഞാൻ പോകുമ്പം. ഇതും ഒരു അടിപൊളി ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡും കാര്യങ്ങളും എല്ലാം ടേസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഏത് കടയാണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, എന്നാലേ നിങ്ങൾക്ക് ഏത് കടയാണ് ജോർജിയയിലെന്ന് മനസ്സിലാകാൻ പറ്റൂ. എവിടെയാണ് എന്താണ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് വരുമ്പോഴേ ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും, എല്ലാ ആംബിയൻസും, അവിടെ ഞാൻ കഴിച്ചതും ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിച്ചത് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നിട്ട് ഫുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു കഫേ ആണെന്നാണ് കേട്ടത്. അപ്പോൾ ഞാൻ അവിടെ പോയി എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് എന്നിട്ട് പറയാം. ഞാനിപ്പോൾ എന്തായാലും ടാക്സി പിടിച്ചാൽ പോകുന്നത്, എല്ലാം ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ മെട്രോയിലായിരിക്കും, ഏതെങ്കിലും ആയിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ടാക്സി എടുത്തിട്ടാണ് ഞാൻ കഫേയിലോട്ട് പോകുന്നത്. കാറിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. കാറിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്നലെ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ സ്നാക്കും കൂടെ കഴിച്ചായിരുന്നു. ഒരു പ്രോട്ടീൻ ബാർ പിന്നെ എടുത്തായിരുന്നു, അതും കൂടെ കഴിച്ച് നേരെ കഫേയിലോട്ട് ഇപ്പോൾ എത്തും. ഇതാണ് കഫേയുടെ എൻട്രൻസ്. നല്ല മഴയായിരുന്നു. ഇതാണ് പേര്. പിന്നെ ഇതാണ് അകത്തുള്ള ആംബിയൻസ് നിങ്ങൾക്ക് കാണാം. ഫുൾ നല്ലൊരു ക്യൂട്ട് ആംബിയൻസ് ആയിരുന്നു ഇത്. അവിടുത്തെ ഫുൾ വ്യൂ. അതൊരു കൊച്ചു സ്പേസാണ്, എന്നാലും നല്ല രസമാണ്. പിന്നെ അവിടുത്തെ നല്ല ഒരു ലൈറ്റുള്ള ചെറിയ ഒരു ആ കടയുടെ ഒരു പേര് പോലെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സൈഡിലെ വ്യൂ ആണിതാ കാണാം. നല്ലൊരു ക്യൂട്ടാണ്. ഇതവിടെ പേയ്മെൻറ്റും അപ്പുറത്ത് ബാത്റൂമാണ്. പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. ഇത് മെമേസ് എന്ന് പറഞ്ഞൊരു ഫുഡാണ്. ഇത് മെഡിറ്ററേനിയൻ ഫുഡ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. വെജാണ്. നല്ല ക്വാണ്ടിറ്റി. ഓറഞ്ച് ജ്യൂസും. പിന്നെ ഇതാണ് ചിക്കൻ പിത്ത. അതിൻ്റെ അകത്ത് നല്ല ചിക്കൻ ഫില്ലിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാം കാണിച്ചു തരുക. അവിടുത്തെ വ്യൂ ഫുൾ ആൾ കുറേ ഉണ്ടായിരുന്നു. ഇതവിടുത്തെ മെനു കാണാം. നല്ല സ്റ്റാൻഡേർഡായിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു പാർട്ട്. അവിടെ കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിച്ച് ഇറങ്ങി. പിന്നെ നല്ല മഴ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഞാനൊരു ടാക്സി ബുക്ക് ചെയ്താൽ തിരിച്ച് വീട്ടിൽ വന്ന്. ഇത് ഞാൻ അവിടുത്തെ ഫുള്ളൊരു ആംബിയൻസ് കാണിക്കുക. ഇതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തിയതേ ഉള്ളൂ. വീട്ടിലെത്തിയിട്ട് ഞാൻ പിന്നെ ഒന്ന് ഫ്രഷായി. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കഫേയിലൊക്കെ പോയി ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ നല്ല മഴ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുക. അവിടുത്തെ കാര്യം പറയാൻ നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ വന്നാൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഒരു കഫേ തന്നെയാണ് ജോർജിയയിലെ. പേര് ഓട്ട് ബൈ ചിക്ക എന്ന് പറയും. മെഡിറ്ററേനിയൻ ഫുഡാണ്. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നല്ല അടിപൊളി മെഡിറ്ററേനിയൻ ഫുഡാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ഫലാഫലും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു ഫുഡ്. അതിൻ്റെ ഒരു ഫുഡ് മെമസേന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫുഡ്. പിന്നെ അല്ലാതെ ഒരെണ്ണം വാങ്ങിച്ച ചിക്കൻ പിത്ത, പിന്നെ ഓറഞ്ച് ജ്യൂസ്. അത് നിങ്ങൾക്ക് അതിൽ കാണാം. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു നല്ല ക്വാണ്ടിറ്റിയാണ് മെമസേ. രണ്ടുപേരും കഴിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് പിത്ത ബ്രെഡും ഫലാഫൽ ബോൾസും, അതിൻ്റെ കൂടെ ഹമ്മസ്, വെജിറ്റബിൾസ്, പിന്നെ ബ്രിഞ്ചോളിൻ്റെ എഗ് പ്ലാനിൻ്റെ നമ്മളെ ഉടച്ച ഒരു സാധനം പോലെ ഒരു സാധനം, പിന്നെ ഒരു കേടിട്ട ഒരു സാധനം, പിന്നെ ഒലിവ്, എല്ലാം കൂടെ ആ പ്ലേറ്റിൽ തരും. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ സാധനം തന്നെയാണ്. അതിന് നല്ല റിവ്യൂ തന്നെ കൊടുക്കണം. ഇവിടുത്തെ ബെസ്റ്റ് മെഡിറ്ററേനിയൻ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ ഹാപ്പി ആക്കിയിട്ടുണ്ട്. ആംബിയൻസും ആവശ്യത്തിന് നല്ലതാണ്. അവിടെ ഇരുന്നാൽ നല്ല ഒരു കൊച്ചു സ്ഥലം, ഒരു ക്യൂട്ട് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമായിരുന്നു. എല്ലാം കൂടെ ബില്ല്, ഓറഞ്ച് ജ്യൂസ് എല്ലാം കൂടെ ബില്ല് വന്നത് ഒരു 82 ലാരിയായി എന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് ഒരു 2600 ജെല്ല് അങ്ങനെ എന്തോ ആ ഒരു റേറ്റ് വന്നു. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ അത്രയും വരണുണ്ട്.
അത് ബിക്കോസ് രണ്ടുപേർക്ക് കഴിക്കാനുള്ളതുണ്ട് അതിൽ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ സർവീസ് ആണെങ്കിൽ അടിപൊളിയാണ്, സാധനങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട്, നമ്മൾ അത്രയും വെയിറ്റ് ഒന്നും ചെയ്യിപ്പിക്കൂല. പിന്നെ അവിടുത്തെ കസ്റ്റമറിൻ്റെ ഡീൽ ചെയ്യുന്നത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഡീലിംഗ് ആണ്. എല്ലാം കൂടെ ഓവറാൾ നോക്കിയാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം, എന്തുണ്ടെങ്കിലും ഞാൻ അതിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഫേ ഇതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഓണാക്കി വെക്കണം, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.